കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ യേശുദാസിന്റെ ജന്മദിനാഘോഷം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന്. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസിന്റെ 86ാം ജന്മദിനാഘോഷം കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ കൊണ്ടാടി. കഴിഞ്ഞ 6 വർഷത്തോളമായി ജന്മദിനാഘോഷത്തിൽ യേശുദാസിന്റെ പങ്കാളിത്തം ഉണ്ടാകാറില്ല. പകരം ഇക്കുറിയും മകൻ വിജയ് യേശുദാസ് എത്തിയിരുന്നു. 10 രാവിലെ എത്തിയ അദ്ദേഹം തൊഴുതു പ്രാർത്ഥിച്ച് ക്ഷേത്രം വലം വെച്ചു. വിവിധ പൂജാ വഴിപാടുകളും നടത്തി. പ്രശസ്ത സംഗീത സംവിധായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ സ്വർണ്ണമുഖി വേദിയിൽ സംഗീതാർച്ചന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉദയാസ്തമന സംഗീത കച്ചേരിയിലും പങ്കെടുത്തു. മൂകാംബിക സംഗീതാർച്ചന സമിതി ഏർപ്പെടുത്തിയ സൗവർണികാമൃതം പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരന് ചടങ്ങിൽ സമർപ്പിച്ചു. മൂകാംബിക ക്ഷേത്രം അർച്ചകരായ നരസിംഹ അടിക, ഗോവിന്ദ അടിക, ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ്, ഗായകൻ വിജയ് യേശുദാസ് എന്നിവർ ചേർന്നാണ് സമർപ്പിച്ചത്. ഇത്രയും വലിയൊരു ആളുടെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ ഒരു വേദി നിൽക്കാൻ പറ്റുന്നത്. ചടങ്ങിൽ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അധ്യക്ഷനായി. KCCPL മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, സംഗീതാർച്ചന സമിതി കൺവീനർ VV പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു. 3 മാസത്തിന് ശേഷം യേശുദാസ് കൊല്ലൂരിൽ വീണ്ടും എത്തുമെന്നും വിജയ് യേശുദാസ് വടക്കൻ വാർത്തയോട് പറഞ്ഞു. എന്ത് പറയാനാ, അമ്മയടുത്ത് അപ്പം എപ്പോഴും കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അപ്പം ഇല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് വന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ജസ്റ്റ് വന്നു. ഇനി അടുത്ത വർഷം മാത്രമല്ല, ഐ തിങ്ക് അടുത്തൊരു 2-3 മാസത്തിനുള്ളിൽ അപ്പയും എത്തും. എന്നിട്ട് ഒരുമിച്ച് പിന്നെ ഉറപ്പായിട്ടും വന്ന ഉടനെ എന്തായാലും വരും എന്നറിയാം. സോ ഗാനഗന്ധർവൻ പത്മശ്രീ KJ യേശുദാസിന്റെ 86ാം ജന്മദിനാഘോഷം കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ ആരാധകരും കൊണ്ടാടുകയാണ്. ഇവിടെ മകൻ വിജയ് യേശുദാസും ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ വഴിപാടുകളും ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നിന്നും T ബാബു, പഴയങ്ങാടി. അതിക്രമിച്ചു കടന്ന ഇവരെ തട്ടിക്കളയാൻ ബോസ്. തട്ടിക്കളയാം. മരിക്കുന്നതിന് മുന്നേ അവസാന ആഗ്രഹം പറഞ്ഞു. തീർച്ചയായും പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, വേറെ ഓപ്ഷനേ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്നും. അപ്പൊ എങ്ങനെ വീട് പണി തുടങ്ങുമല്ലേ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.